189 രൂപ പെർ മീറ്ററിലുള്ള ഹക്കോബയിലുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവർക്കും പുത്രാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാണുന്നത് ഹക്കോബ പാറ്റേണിലുള്ള റണ്ണിങ് ഫാബ്രിക്കുകളാണ്. നമ്മൾ പലതരത്തിലുള്ള മെറ്റീരിയലിലുള്ള റണ്ണിങ് ഫാബ്രിക്കുകൾ കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഹക്കോബ പാറ്റേൺ കണ്ടു കഴിഞ്ഞു. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ലിനനിലുള്ള ഹക്കോബ പാറ്റേൺ ആണ് കേട്ടോ. ഓർഗൻസയിലുള്ളത് നമ്മൾ ചെയ്തിരുന്നു, ചന്തേരിയിൽ ചെയ്തിരുന്നു, കോട്ടണിൽ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ലിനനിലുള്ളതാണ്. ഫസ്റ്റ് ടൈമാണ് ലിനനിൽ തന്നെ ഹക്കോബ പാറ്റേൺ വന്നിരിക്കുന്നത്. ഹക്കോബ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഒരു ഓൾ ടൈം ഫേവററ്റ് ആണ്. കുറേ പേരൊക്കെ കമൻറ്റ് ചെയ്യണേയും കാണാറുണ്ട് ഹക്കോബ കൊണ്ടുവരാനായിട്ട്. ഇത് വന്നിരിക്കുന്നത് ലിനനിലാണ്, ലിനൻ കോട്ടൺ ഫാബ്രിക്കിലാണ്. പ്രൈസ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 189 റുപ്പീസ് പെർ മീറ്ററിലാണ്. എല്ലാം ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കളേഴ്സാണ്. നമുക്ക് കണ്ടു നോക്കാം ഓരോന്നായിട്ട്. എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നും പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്നും കൊറിയർ ചെയ്യുന്ന വിധങ്ങളൊക്കെ വീഡിയോയിൽ ലാസ്റ്റ് പറയുന്നുണ്ട്. ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്നവർ ഫുള്ളായിട്ടൊന്ന് കാണണേ, എന്നിട്ട് വേണേൽ പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് കണ്ടു തുടങ്ങാം. ഞാൻ പറഞ്ഞതുപോലെ ലൈറ്റ് കളേഴ്സിലാണ് വന്നിട്ടുള്ളത്. പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ളതുണ്ട്, പ്യുർ വൈറ്റ് പോലത്തെ കളറിലുള്ളതുണ്ട്. നമുക്ക് ഫാബ്രിക് ഒന്ന് കാണാം ഡീറ്റെയിൽ ആയിട്ട്. ഫാബ്രിക് വന്നിരിക്കുന്നത് ലിനൻ കോട്ടണിലാണ്. ലിനൻ കോട്ടണിൽ തന്നെ പല തരത്തിലുള്ള മെറ്റീരിയൽ നമ്മൾ കൊണ്ടുവന്നിരുന്നു. ലോവസ്റ്റ് പ്രൈസ് മുതൽ ഒരു 200 എബവ് വരെയുള്ള ഒരു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാനെല്ലാം തന്നെ. ഇന്ന് നമ്മൾ കാണുന്നത് അതിനകത്ത് തന്നെ ഹക്കോബയിലുള്ളതാണ്. നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ. ഒരു ഓഫ് വൈറ്റ് കളറിനകത്ത് പീച്ചിൻ്റെയും റെഡിൻ്റെയും ഒക്കെ ഒരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിൻ്റെ ഡിസൈൻസ് എല്ലാം തന്നെ പോകുന്നത്. 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. വിത്ത് ലൈനിങ്ങിൽ വേണം നമുക്കത് ചെയ്യാനായിട്ട്. കുട്ടികൾക്കുള്ള ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. 189 റുപ്പീസാണ് പെർ മീറ്റർ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് പീച്ചിൻ്റെ ഒരു ലൈറ്റ് ടോണിലാണ്. ഇത് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ക്ലൈംബറിൻ്റെ ഒരു പാറ്റേണിലാണ്. ക്ലൈംബേഴ്സ് പോകുന്ന പോലെയാണ് ഇലയും പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ പടർന്ന് കയറുന്ന പോലത്തെ ഒരു പ്രിൻ്റാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ്. ഇതിനകത്തുള്ള ഹക്കോബയുടെ ഡിസൈനിന് സെയിം കളർ ത്രെഡാണ് എംബ്രോയ്ഡറി വർക്കായിട്ട് പോയിട്ടുള്ളത് കേട്ടോ. ഇതിനകത്ത് പീച്ച് കളറിൽ തന്നെ പീച്ച് കളറിലുള്ള ത്രെഡാണ് എംബ്രോയ്ഡറി വർക്കായിട്ട് ഇതിനകത്ത് പോയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു ക്രീം കളറിൽ തന്നെ മസ്റ്റാർഡ് യെല്ലോ കളറിലുള്ള പ്രിൻ്റാണ് പോയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈൻസാണ് എല്ലാം തന്നെ. ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. മസ്റ്റാർഡ് യെല്ലോയും ഗ്രേയും കൂടെ, സ്മോക്ക് ഗ്രേയും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. ത്രെഡിൻ്റെ കളറും സെയിം തന്നെയാണ്. ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ത്രെഡാണ് എംബ്രോയ്ഡറി വർക്കായിട്ട് പോയിട്ടുള്ളത്. പ്രൈസ് വന്നിരിക്കുന്നത് 189 റുപ്പീസ് പെർ മീറ്റർ ആണ്. വിഡ്ത്ത് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിഡ്ത്തിലാണ് കേട്ടോ. നെക്സ്റ്റ് ഡിസൈൻ ഒരു പൗഡർ ഗ്രീൻ എന്നൊക്കെ പറയുന്ന ആ ഒരു കളറിലേക്കാണ് പോയിട്ടുള്ളത്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഇതിനകത്തുള്ള ആ ഒരു എംബ്രോയ്ഡറിയുടെ ത്രെഡിൻ്റെ കളറും സെയിം കളർ ടോണിൽ തന്നെയാണ്. ഫാബ്രിക്കിൻ്റെ സെയിം കളർ തന്നെയാണ് അതും വന്നിരിക്കുന്നത്. ഡിസൈനിന് പോയിട്ടുള്ളത് ചെറിയ ചെറിയ ഫ്ലവേഴ്സാണ്. അതുപോലെ തന്നെ ഒരു ലീവ്സ് ഇങ്ങനെ പടർന്ന് കിടക്കുന്ന, സ്പ്രെഡായി കിടക്കുന്ന പോലത്തെ ഒരു ഡിസൈനും കൂടെ അതിനകത്ത് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ഹക്കോബ പാറ്റേണിലുള്ളതാണ്. 189 റുപ്പീസാണ് പെർ മീറ്റർ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഡിസൈൻ നമ്മൾ കാണുന്നത് എല്ലാം ഒരു ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള പ്രിൻ്റാണ് പോയിരിക്കുന്നത്. ഒരു പേസ്റ്റൽ ഗ്രീൻ കളറിലാണ് നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത്. ഗ്രീനും അതുപോലെ പിങ്കും കൂടെയൊക്കെ ആയിട്ടുള്ള കോമ്പിനേഷനാണ്. ഫ്ലവേഴ്സ് പോകുന്നത് പിങ്കും ലാവൻഡറും ഒക്കെ ആയിട്ടുള്ളൊരു കളറിലാണ്. അതുപോലെ എംബ്രോയ്ഡറി വർക്ക് ഇതിനകത്തുള്ളത് പോയിട്ടുള്ളതും ഡിഫറെൻറ്റ് പാറ്റേണിലാണ്. ഹക്കോബ തന്നെയാണെങ്കിലും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ബോൾസിൻ്റെ ഡിസൈനിലാണ് ഇതിനകത്തുള്ള ആ എംബ്രോയ്ഡറി വർക്കൊക്കെ പോയിട്ടുള്ളത്. 189 റുപ്പീസ് തന്നെയാണ് ഇതിൻ്റെയും പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നതും ഈ സെയിം ആ ഒരു ഡിസൈനിൽ തന്നെയാണ്. അതായത് ഹക്കോബയുടെ ഡിസൈൻ സെയിം തന്നെയാണ്. കളേഴ്സിനാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു പാറ്റേണിലാണ് ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. നമുക്കൊരു ലൈറ്റ് പർപ്പിൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഓണിയൻ പിങ്ക് ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത്. ലൈറ്റ് ഓണിയൻ പിങ്ക് ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിനകത്ത് പോയിട്ടുള്ള ആ ഒരു ഹക്കോബ പാറ്റേണിൻ്റെ എംബ്രോയ്ഡറി വർക്കും ആദ്യം കണ്ട ഗ്രീനിൻ്റെ പോലെ തന്നെയാണ്. ഒരു ബോൾസിൻ്റെ ഡിസൈനിലാണ് അതിങ്ങനെ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഇതിനകത്തുള്ള എംബ്രോയ്ഡറി വർക്കും. ലാസ്റ്റ് വൺ കാണുന്നത് ലൈറ്റ് യെല്ലോ കളറിലൊരു ലെമൺ യെല്ലോയുടെയൊക്കെ ലൈറ്റർ ടോണിലേക്കാണ് അത് പോയിരിക്കുന്നത്. അതിനകത്ത് തന്നെ ഡാർക്കായിട്ടുള്ള ഗ്രീൻ കളറിലുള്ള ഡിജിറ്റൽ പ്രിൻ്റാണ് പോയിരിക്കുന്നത്. ലാസ്റ്റ് വൺ കാണുന്നത് കുറച്ച് വലിയ ഒരു പ്രിൻ്റാണ്. ഒത്തിരി വലുതല്ല എങ്കിലും നമ്മൾ കണ്ടതിൽ വെച്ച് കുറച്ച് വലുപ്പമുള്ളത് ഈ ഒരു ഡിസൈനാണ്. ഇതിനകത്തുള്ള എംബ്രോയ്ഡറിയും സെയിം കളർ തന്നെയാണ് പോകുന്നത്. നല്ല ഭംഗിയുള്ള
ഡിസൈൻസ് തന്നെയാണ്. എല്ലാം തന്നെ ഡിജിറ്റൽ പ്രിൻറ്റിലാണ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് കണ്ടത് ലിനൻ കോട്ടണിലുള്ള ഹക്കോബ പാറ്റേണിലുള്ള റണ്ണിങ് മെറ്റീരിയലുകളാണ്. പ്രൈസ് വന്നിരുന്നത് 189 റുപ്പീസ് പെർ മീറ്ററും വിഡ്ത്ത് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിഡ്ത്തിലുമാണ്. വിത്ത് ലൈനിങ്ങിലേ നമുക്കത് ചെയ്യാൻ കഴിയുകയുള്ളൂ. സ്ലിറ്റഡ് പാറ്റേണിലുള്ള ഡ്രസ്സോ അതല്ലെങ്കിൽ ഫ്രോക്ക് മോഡലിലുള്ള ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇന്ന് കണ്ട പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ വിധം ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യുക. നമ്മുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ പിക്ചർ കണ്ട് സെലക്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നവർക്കായിട്ട് നമ്മളൊരു വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഡെയിലി ഔട്ട് ആവുന്ന വീഡിയോയുടെ പിക്ചർ എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് അതിൻ്റെ ലിങ്കും ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. അതിൽ നിന്നും ഡെയിലി ഔട്ട് ആവുന്ന വീഡിയോയുടെ പിക്ചർ നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. നോർമലി കേരളത്തിനകത്ത് 500 എബോവ് വരുന്ന ബില്ലുകൾ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത്. ബിലോ 500 നമ്മൾ 50 റുപ്പീസ് ചാർജ് ചെയ്യുന്നുണ്ട്. ഔട്ട്സൈഡ് കേരളയിലും നമ്മൾ 50 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് ചെയ്യുന്നതെന്ന്. നിങ്ങൾക്കിനി സ്പീഡ് പോസ്റ്റോ DTDCയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൊറിയർ സർവീസ് ആവശ്യമാണെങ്കിൽ അതിനുള്ള പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളിതെല്ലാം തന്നെ പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് പേടിഎമ്മിൻ്റെ ഒരു QR കോഡ് വഴിയാണ്. അപ്പോൾ നമ്മൾ ആർക്കും തന്നെ നമ്പർ കൊടുക്കാറില്ല. നമ്പർ കൊടുത്തിട്ട് 1-2 പേർക്കൊക്കെ മിസ്റ്റേക്കിൽ വന്നിട്ട് അത് ആ എമൗണ്ട് വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ഒക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു QR കോഡാണ് കൊടുക്കുന്നത്. ആ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് സാധാരണ എല്ലാവരുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ വാങ്ങിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ആ QR കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല, അറിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ടീം നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അത് നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ കുറച്ച് പേരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഷോപ്പിൽ അവൈലബിൾ ആണോ എന്നുള്ളത്. അതെ, ഇതെല്ലാം തന്നെ ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ട് ആകുന്ന ദിവസം മോർണിംഗ് ടൈമിൽ വന്നാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഈവനിങ് ആകുമ്പോഴേക്കും ചില ഡിസൈൻസൊക്കെ സോൾഡ് ഔട്ട് ആകാറുണ്ട്. അതുകൊണ്ട് ഞാൻ രാവിലത്തെ സമയം പറയുന്നത്, രാവിലെ വന്നാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 2 പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ചാണ് നമ്മളിതെല്ലാം തന്നെ സെല്ല് ചെയ്യുന്നത്. ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ തന്നെയാണ്. KSRTC ബസ് സ്റ്റാൻഡിലേക്ക് അടുത്തായിട്ട് ഒരു SBI ബാങ്ക് ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. നമ്മുടെ ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 7:30 മണി വരെയാണ്. വീഡിയോ ഔട്ട് ആകുന്ന ടൈം എന്ന് പറയട്ടെ, 7:30 മുതലാണ് നമ്മുടെ വീഡിയോസ് എല്ലാം ഔട്ട് ആകുന്നത്. 3 പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരുമിച്ച് ഔട്ട് ആയിക്കൊണ്ടാണ് വീഡിയോ തന്നെ എല്ലാം തന്നെ ഷെഡ്യൂൾ ചെയ്യുന്നത്. അപ്പോൾ 7:30-ക്ക് ഫസ്റ്റ് വീഡിയോ ഔട്ട് ആകും. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു 4 റണ്ണിങ് മെറ്റീരിയലിൻ്റെ വീഡിയോയും പിന്നെ സാരിയുടെയും സൽവാറിൻ്റെയും കുർത്തിയുടെയും ഒക്കെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ്സിൻ്റെ ഇടയിലാണ് ഓരോ വീഡിയോസും ഔട്ട് ആകുന്നത്. ഷോപ്പ് വർക്ക് ആകുന്നത് 9:30-ക്കാണ്. അപ്പോൾ 7:30 മുതൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ 9:30 മണി മുതലാണ് നമ്മൾ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിപ്ലൈ കിട്ടുന്നില്ല എന്ന് പറയൽ കുറച്ച് അധികം മെസ്സേജുകൾ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും തന്നെ റിപ്ലൈ ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് ഡിലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരാളും മാത്രമല്ല, നിങ്ങൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്താ പറയുക കുറച്ചധികം നമ്പർ വെക്കാനായിട്ട്. നമ്മൾ ഒരു നമ്പർ ഉള്ളെങ്കിലും കുറേ അധികം പേര് അതിനകത്ത് തന്നെ ഇരുന്നിട്ട് ചാറ്റ് ചെയ്തിട്ടാണ് നമ്മളിതെല്ലാം തന്നെ സെല് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അറിവിലേക്കായിട്ടാണ് ഞാൻ അതും കൂടെ പറഞ്ഞത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള മെറ്റീരിയലുകളാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. പ്യുവർ കോട്ടണിലുള്ളതുണ്ട്, സെമി കോട്ടണിലുള്ളതുണ്ട്, സെമി സിൽക്കിലുള്ളതുണ്ട്. അപ്പോൾ പ്യുവർ കോട്ടൺ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ടൊരു കാര്യം പറയട്ടെ. പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കളർ ഗാർഡ് യൂസ് ചെയ്യേണ്ട ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. എങ്കിലും നമ്മുടെ ഫോളോവേഴ്സിനായിട്ട് നമ്മളൊന്ന് പറയുകയാണ്. 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടപ്പ് കളർ ഗാർഡ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോത്ത് അതിനകത്ത് മുക്കി വെക്കുക. അരമണിക്കൂർ കഴിയുമ്പോൾ അതൊന്ന് പിഴിഞ്ഞ് ഉണക്കിയതിന് ശേഷം മാത്രം ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കളർ സേഫായിട്ട് തന്നെ ഇരിക്കും. പ്യുവർ കോട്ടനും പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റൊക്കെ സെല്ല് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. നമ്മളതുപോലെ സ്റ്റിച്ചിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിലും ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഡിസൈനർ ടീമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതിൻ്റെ നമ്പർ ഞാനൊന്ന് പറയാം. 8891060225 8891060225. ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആണ് കേട്ടോ. ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.